അവൾ വല്ലാത്തൊരു മനക്ലേശത്തിലേക്ക് വഴുതി വീണു. അസഹനീയമായ ഹൃദയവേദന. ആ രാത്രി മുഴുവൻ അവൾ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. പിന്നീട് കുറച്ച് ദിവസത്തേക്ക് ലൂയിസ മറ്റൊരിടത്തും പോയില്ല, വീട്ടിൽ തന്നെ കഴിഞ്ഞു. അക്കാലങ്ങളിലാണ് വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ അവിടെ എത്തിയത്. അദ്ദേഹം അക്കാലത്ത് കാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ലൂയിസ ചെയ്ത കോളനി നവീകരണവും സാധുജന പരിപാലനയും അറിഞ്ഞ അദ്ദേഹം അവളെ തേടിയെത്തി. ഈ സ്ത്രീ കടുത്ത നിരാശയിലും വേദനയിലും കഴിഞ്ഞുകൂടേണ്ടവളല്ല എന്ന് വിശുദ്ധന് ഉത്തമ ബോധ്യമായി. കാരണം ആ പ്രദേശത്തെ ആളുകൾ ലൂയിസയെക്കുറിച്ച് ആദരവോടെയാണ് സംസാരിച്ചിരുന്നത്. അവളുടെ ദാനധർമ്മങ്ങളും സ്നേഹപരിചരണങ്ങളും വിവരിക്കുമ്പോൾ അവർക്ക് 1000 നാവായിരുന്നു. വിൻസെന്റ് ഇപ്പോൾ അവളോട് ക്രിസ്തുവിലേക്ക് പൂർണ്ണമായി തിരിയുവാനും നിരാലംബരായവർക്കായി ജീവിക്കാനും ആവശ്യപ്പെട്ടു. അങ്ങനെ അവൾ റൂസൻ വിക്ടർ എന്ന സ്ഥലത്തേക്ക് താമസം മാറ്റി. അവിടെ പ്രാർത്ഥനാ ജീവിതവും തപസ്സും ആചരിച്ചു. ഇരുമ്പു ചങ്ങല അരയിൽ ചുറ്റിയ അവൾ പരിഹാരാർത്ഥം കഠിന നോമ്പും ആചരിച്ചു തുടങ്ങി. ആത്മീയ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുവായിരിക്കുമ്പോഴും അവൾ പുത്രൻ മൈക്കിളിനോടുള്ള മാതൃനിർവിശേഷമായ ബന്ധത്തിൽ ഒട്ടും കുറവ് വരുത്തിയില്ല. മകൻ അമ്മയുടെ പ്രാർത്ഥനാ ജീവിതത്താൽ സ്വാധീനിക്കപ്പെട്ട് ഉത്തമനായ ബാലനായി വളർന്നു. വിൻസെന്റ് ഇപ്പോൾ അക്കാലത്ത് ഉപവയുടെ പുത്രിമാർ എന്നൊരു സംഘടന ആരംഭിച്ചിരുന്നു. നിരാലംബരായവരെ സംരക്ഷിക്കാൻ സ്ത്രീകളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണത്. ലൂയിസയെയും വിശുദ്ധൻ അതിൽ അംഗമാക്കി. അങ്ങനെ അവളുടെ നേതൃത്വത്തിൽ ഏതാനും സ്ത്രീകൾ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്നു. അവർ ആദ്യം ആ പ്രദേശത്തെ ദേവാലയങ്ങൾ സന്ദർശിക്കുകയും വൈദികരുടെ അഭിപ്രായം ആരായുകയുമാണ് ചെയ്തത്. പിന്നെ നിർധനരും രോഗികളുമായവരുടെ ഭവനങ്ങൾ സന്ദർശിച്ച് അവരെ ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും ചെയ്തു. മകൻ മൈക്കിളിനെ വിട്ടുപോരേണ്ടി വന്നതിൽ അവൾക്ക് ചിലപ്പോഴൊക്കെ ദുഃഖം തോന്നും. അന്ന് അവൻ വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ ആരംഭിച്ച നിക്കോളാസ് ആശ്രമത്തിലായിരുന്നു. അമ്മ ദൂരെയൊരിടത്ത് നിർധന രോഗികൾക്കിടയിൽ പ്രവർത്തിക്കുകയാണെന്ന് അവനറിയാം. അവൻ ദൈവത്തിന് നന്ദി പറയുകയും അമ്മയ്ക്ക് അതിനുള്ള ആരോഗ്യവും ശക്തിയും നൽകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരിക്കൽ ലൂയിസ ആംഗേഴ്സ് എന്ന പട്ടണത്തിലെത്തി. അവിടെ പ്രവർത്തിക്കുന്ന ആശുപത്രി ശുദ്ധീകരിക്കാൻ. അത്ഭുതമെന്ന് പറയട്ടെ, ധാരാളം ജനങ്ങൾ അവളെ കാത്ത് അവിടെ നിന്നിരുന്നു. ലൂയിസ ചെയ്ത ചെറിയ കാര്യങ്ങൾ ലോകം മനസ്സിലാക്കി എന്നതിൻ്റെ ഏറ്റവും സ്പഷ്ടമായ തെളിവായിരുന്നു അത്. 100 കണക്കിന് നാട്ടുകാരുടെ സഹായത്തോടെ ആശുപത്രി അവൾ ശുദ്ധീകരിച്ചു. അതുകൊണ്ട് ജനങ്ങൾ പരിസര പ്രദേശങ്ങൾ മാലിന്യമുക്തമാക്കാൻ തുടങ്ങി. അതൊരു നാടിൻ്റെ ഉത്സവമായി. സൗകര്യവും സമയവും ഒത്തുവന്നപ്പോൾ കുട്ടികൾക്ക് വേണ്ടി അവളൊരു മതപഠന ക്ലാസ് സ്ഥാപിച്ചു. എങ്കിലും ധാരാളം മുതിർന്നവരും അവളുടെ വചനാമൃത കേൾക്കുവാൻ വന്നു. അതിനോടകം ആംഗേഴ്സ് ആശുപത്രിയുടെ എല്ലാ ദുഷ്പേരും മാറിയിരുന്നു. ആ ആശുപത്രി പ്രൗഢിയോടെ നഗരമധ്യത്തിൽ തല ഉയർത്തി നിന്നു. തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടതോടെ അവിടെ നിന്നും മടങ്ങാൻ ലൂയിസ തീരുമാനിച്ചു. ആ നാടിനെ ഇത്രമാത്രം കണ്ണീരിലാഴ്ത്തിയ മറ്റൊരു സംഭവം ഉണ്ടായിട്ടില്ല. അവളോട് പോകരുതെന്ന ജനങ്ങൾ താണു വീണപേക്ഷിച്ചു. എന്നാൽ പോകാതിരിക്കാൻ ലൂയിസയ്ക്ക് കഴിയുമായിരുന്നില്ല. അപ്പോഴേക്കും ലൂയിസയുടെ ഓർമ്മയ്ക്ക് ഒരു ഛായാചിത്രം വരച്ച് സൂക്ഷിക്കാൻ പൗരപ്രമുഖർ തീരുമാനമെടുത്തു. ഇതറിഞ്ഞ ലൂയിസ അതിനെ നിരാകരിച്ചു. ഇതൊക്കെയും ക്രിസ്തുവിൻ്റെ വചനങ്ങളെ പ്രതി അനുഷ്ഠിക്കുന്ന കടമകൾ മാത്രമാണെന്നും വ്യക്തികൾക്ക് സ്വന്തമായി ഇതിൽ യാതൊരു മേന്മയും അവകാശപ്പെടാനില്ലെന്നും അവൾ പറഞ്ഞു. ആ എളിമയും സ്നേഹം തുളുമ്പുന്ന വാക്കുകളും ജനങ്ങളെ പൂർവാധികം അവളിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്തത്. ഉപവയുടെ പുത്രിമാർ അക്കാലത്ത് ഒരു സംഘടന പോലെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ വിൻസെന്റ് ഇപ്പോൾ അത് തിരുത്തി. അദ്ദേഹം അവരോടൊരു സന്യാസ സമൂഹം പോലെ പ്രവർത്തിക്കാൻ നിർദ്ദേശിച്ചു. അതിനായി വ്രതമെടുത്ത് ജീവിതത്തെ ക്രമപ്പെടുത്തി. ലൂയിസ ഉൾപ്പെടെ 5 പേരാണ് ആദ്യം വ്രതമെടുത്തത്. പാപ്പായുടെ ആശീർവാദം കിട്ടിയതോടെ സഭാതലത്തിൽ ഒരു സന്യാസ സമൂഹമായി നിലനിൽക്കുന്നതിന് വഴിയൊരുങ്ങി.